ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോഴേ കാന്ത എന്ന സിനിമയെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ തിയേറ്ററിൽ പോയ സമയത്താണ് ഞാൻ തിയേറ്ററിൽ ഒരു ജാതകം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയ ആ സമയത്ത് തിയേറ്ററിൽ കയറുന്ന സമയത്താണ് ദുൽഖർ സൽമാൻ ഇട്ട പോസ്റ്റ് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനിമ തെലുങ്ക് സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോറി, തെലുങ്കല്ല, തമിഴ് സിനിമയാണ് കാന്ത. അത് തെലുങ്കിലും മറ്റുള്ള ഭാഷകളിലൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ത്യാഗരാജ ഭാഗവതം എന്ന 1901 കാലഘട്ടത്തിൽ ജനിച്ച് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായ ഗായകനും അല്ലെങ്കിൽ നടനും ഒക്കെ ആയിരുന്ന ത്യാഗരാജ ഭാഗവതറിനെ കുറിച്ചുള്ളൊരു സംഭവം. 1901 ജനിച്ച ആൾ 1959 മരണമടഞ്ഞു. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരണമടയുമ്പോൾ. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പെടുകയും ഒക്കെ ഉണ്ടായിരുന്നു. ആൾ വലിയൊരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ ഉണ്ട് പറയാൻ ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ. അപ്പോൾ ഈ സിനിമയിൽ ദുൽഖർ അഭിനയിക്കുന്ന കഥാപാത്രം ഇത് തന്നെയാണെന്ന് വിചാരിക്കാം നമുക്ക്. ത്യാഗരാജ ഭാഗവതറ റോള് തന്നെയാണ്. അദ്ദേഹം ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രമായിരിക്കാം നമ്മുടെ റാണ രഘുപതി ആയിട്ടുള്ള നമ്മുടെ ബാഹുബലിയിലെ വില്ലനായിട്ട് അഭിനയിച്ച റാണ രഘുപതി. ഈ സിനിമയിലെ 2 പ്രൊഡ്യൂസേഴ്സാണ് റാണ രഘുപതിയും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും. ദുൽഖർ സൽമാൻ എന്തായാലും ഈ കഥാപാത്രം തന്നെയായിരിക്കും, അതായത് ത്യാഗരാജ ഭാഗവതർ കഥാപാത്രം തന്നെയായിരിക്കും, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നായകൻ. അദ്ദേഹം നടനും എന്താ പറയുക, ഗായകനും ഗാനരചയിതാവും എല്ലാം ആയിട്ടുള്ള സകലകലാവല്ലഭനായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ നായകൻ എന്തായാലും ദുൽഖർ സൽമാൻ ആകുമ്പോൾ എന്തായാലും ഈ കഥാപാത്രം തന്നെയായിരിക്കും. പലരും പല അഭിപ്രായം പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്, ത്യാഗരാജ ഭാഗവതർ കഥാപാത്രം ദുൽഖർ സൽമാൻ തന്നെയായിരിക്കും. ദുൽഖർ സൽമാൻ ഒരു വില്ലൻ വേഷത്തിലാണ് ഒരു പോസ്റ്റർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു പ്രത്യേക രൂപം, ഭാവം, അദ്ദേഹത്തിൻ്റെ മീശ വടിച്ചൊരു വര മാത്രം ഉള്ള അന്നത്തെ കാലഘട്ടത്തിലെ ആ ലുക്കും, ഒരു ക്രൂവൽ ലുക്കൊക്കെ ആയി നിൽക്കുന്ന ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും അച്ഛന് പഠിക്കുകയാണ് ദുൽഖർ സൽമാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ഇതുപോലുള്ള ഗംഭീര ഭ്രമയുഗം പോലുള്ള സിനിമകൾ, ഗംഭീര സംഭവങ്ങൾ, വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വില്ലനായിട്ട് അഭിനയിക്കാനാണ് അച്ഛന് വാപ്പയ്ക്ക് താല്പര്യമെങ്കിൽ മകനും ഇപ്പോൾ വില്ലനായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഥാപാത്രങ്ങളെ നല്ലത് നോക്കി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അച്ഛനും മകനും നടത്തുന്ന ഈ ഉത്സാഹം എല്ലാവർക്കും മാതൃകയാവട്ടെ. അച്ഛൻ മലയാള സിനിമയിലാണെങ്കിൽ മകൻ മറ്റുള്ള ഇൻഡസ്ട്രിയിലാണ് കിടന്ന് തകർക്കുന്നത്. തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലാണ് മകൻ തകർക്കുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ ഉള്ളൊരു ഗംഭീര നടനാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ നിങ്ങൾ ഒരിക്കൽ ചെറുതായി കാണരുത്. ഞാൻ പറയുന്നത് എപ്പോഴും ഓർമ്മ വയ്ക്കണം. ഞാൻ മുമ്പ് പറയാറുണ്ട്, സെക്കൻഡ് ഷോ വന്ന സമയത്തും ഉസ്താദ് ഹോട്ടൽ വന്ന സമയത്തും ഒക്കെ അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മോൻ ചുമ്മാ പോകാനല്ല എന്ന് ഞാൻ പറയണു. പാൻ ഇന്ത്യ ലെവലിൽ അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ നടനായി മാറും എന്നുള്ളത് ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് എഴുതി വെച്ചോളൂ നിങ്ങൾ, അത്രയും വലിയ നടനായി മാറും. അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരാളെയും ഈ ഇത്രയും വർഷം കൊണ്ട് തന്നെ ഇത്രയും പൊസിഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ 4-5 വർഷം കഴിയുമ്പോഴേക്കും ബ്രഹ്മാണ്ഡമായ സിനിമകൾ ലോകം മുഴുവൻ, അതായത് എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുള്ളത് കൊണ്ടും ആണ് അദ്ദേഹത്തിന്, അച്ഛൻ്റെ പോലെ കഴിവുള്ളത് കൊണ്ടും കൂടിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ കഴിയുന്നത്. തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഏത് ഭാഷയും, മലയാളമായ ഏത് ഭാഷയും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു അഭിനയം, അതുപോലെ തന്നെ എന്താ പറയുക, മമ്മൂക്കയേക്കാൾ കൂടുതൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയാണ് ദുൽഖർ സൽമാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വാപ്പയെക്കാളും മുകളിൽ തന്നെ എത്തട്ടെ മക്കൾ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.